السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിക്കൊണ്ട് തിരഞ്ഞെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിട്ടുള്ള കള്ളക്കഥകളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. സഹാബാക്കളെ ആക്ഷേപിക്കപ്പെടുമ്പോൾ അതെല്ലാം മനസ്സിലാക്കേണ്ട അനിവാര്യതയും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങളും കാര്യങ്ങളുമെല്ലാം പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണം? ആ കാരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല കാരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിൽ അതിപ്രധാനമായ ഒരു കാരണമാണ് അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദിയായ വ്യക്തി. ആ വ്യക്തിയാണ് ഇത്തരം പ്രചാരണങ്ങൾക്കും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഇറങ്ങി പുറപ്പെടുവാനും ഇസ്ലാമിക ഭരണകൂടം അതിനെ താറുമാറുമാക്കാനുള്ള ഒക്കെ ശ്രമത്തിനുള്ള നേതൃത്വം നൽകിയത്. അബ്ദുല്ലാഹി ഇബ്നു സബ എന്നു പേരുള്ള ഒരു യമനിയായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇസ്ലാം വെളിവാക്കി നടക്കുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ സത്യനിഷേധം കുഫർ മറച്ചുവെക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹം രംഗത്തിറങ്ങുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ധാരാളം അപവാദങ്ങൾ പറഞ്ഞു പരത്തുകയും ധാരാളം കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുകയും എല്ലാം ചെയ്ത് വലിയ ഫിത്നകൾ അദ്ദേഹം ഉണ്ടാക്കുവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സമമാക്കുക വരെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ അവർ ഇതൊക്കെ വിശ്വസിച്ച് ഇസ്ലാമിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും അവരുടെ മനസ്സുകളിൽ വരാൻ ഇത് കാരണമായി. ഈ ഒരു സംഘമാണ് ഷിയാക്കൾ എന്ന് നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത്. ഷിയാഅത്തു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘം എന്നാണ് അവരെ വിളിക്കപ്പെടുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സബയിലേക്ക് ചേർത്തിക്കൊണ്ട് അസ്സബഇയ്യ എന്നും ഇവരെ വിളിക്കപ്പെടാറുണ്ട്. ഈ ഒരു സംഘമുണ്ടാക്കിയ ഫിത്നകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ ആരാധ്യനാക്കുകയും ഉലൂഹിയ്യത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ വാദിക്കുകയും എല്ലാം ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അവർ പറയുന്നുണ്ട്, അൻത ഹുവ, നീയാണവൻ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ ഹുവ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവൻ ആരാണ് എന്ന് ചോദിച്ചു. അവർ തിരിച്ചു പറഞ്ഞു, അൻതല്ലാ, അള്ളാഹ്ക്ക് സമമാക്കിക്കൊണ്ട് അവർ നീ അള്ളയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, മല്ലം യർജി അൻ ഹാദൽ ഖൗലി അഹ്റഖ്തുഹു ബിന്നാർ, ആരൊക്കെ ഈ ഒരു പദത്തിൽ, ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ അവരെയെല്ലാം ഞാൻ ചുട്ടുകൊണ്ട് ശിക്ഷിക്കുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ശിക്ഷിച്ചപ്പോൾ ധാരാളം പേർ അവിടെ ആ ഒരു ശിക്ഷയെ ഏറ്റുവാങ്ങി മരണപ്പെടുകയും അതിൽ കുറേ ആളുകൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, തീയുകൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു അള്ളയാണ് എന്ന
ആ വാദത്തിന്, ആ ഒരു അപവാദത്തിന്, വലിയ ഗൗരവമുള്ള ആ വാദത്തിന്, സഹാബാക്കൾ ആരും ഇഷ്ടപ്പെടാത്ത ആ ഒരു വാദത്തിന് വലിയ ഊക്കു കൂട്ടിക്കൊണ്ട് പ്രചാരണം നടത്തുകയാണ് ആ വ്യക്തി ചെയ്തിട്ടുള്ളത്. അങ്ങനെ വലിയ പ്രചാരണങ്ങൾ നടത്തുകയും വലിയ ഫിത്നകൾ അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു എന്നതാണ്. അങ്ങനെ പിന്നീട് അദ്ദേഹം യഹൂദികളുടെ പല ആശയങ്ങളും അദ്ദേഹം ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അർറജഇയ്യ എന്ന ഒരു വാദം. എന്താണ് ആ വാദം? ജീവിച്ച് മരിച്ചുപോയ അവരുടെ ചില മഹാത്മാക്കൾ അവർ തിരിച്ചു വരുമെന്നുള്ള വാദം പോലെയുള്ള, അതേപോലെ തന്നെ വസിയ്യ് പോലെയുള്ള യഹൂദികളുടെ പല വാദവും അദ്ദേഹം പിന്നീട് ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. മാത്രമല്ല അദ്ദേഹം സഹാബികളായ ആയിഷ റളിയല്ലാഹു അൻഹുവിനും അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാ സഹാബാക്കൾക്കും കത്തെഴുതി അതിൽ ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ സീല് വെച്ചുകൊണ്ട്, കള്ള സീല് വെച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അനീതി കാണിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇന്നയാളെ കൊന്നു, ഇങ്ങനെ വലിയ വലിയ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് പല കള്ള കഥകളും സഹാബാക്കൾക്ക് എഴുതിക്കൊണ്ട് അയച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെയുള്ള വലിയ വലിയ ഫിത്നകൾ അദ്ദേഹം ഉണ്ടാക്കി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, അജബൻ ലിമൻ യസ്ഉമു അന്ന ഈസ യർജിഅ, എന്തൊരത്ഭുതമാണ് ഈസ അലൈഹിസ്സലാം മടങ്ങി വരും എന്ന് പറയുന്നവരുടെ കാര്യത്തിൽ എന്തൊരത്ഭുതമാണ്. വയുകദ്ദിബു ബി അന്ന മുഹമ്മദൻ യർജിഅ, അതേപോലെ തന്നെ മുഹമ്മദ് നബി തിരിച്ചു വരികയില്ല എന്ന് അവിശ്വസിക്കുന്നത് എന്തൊരത്ഭുതമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫമുഹമ്മദുൻ അഹഖു ബിർറുജൂഇ മിൻ ഈസ, മുഹമ്മദ് നബിയാണ് ഈസ അലൈഹിസ്സലാമിനേക്കാളും മടങ്ങി വരാൻ അർഹൻ എന്നൊക്കെ പറഞ്ഞ് പല അപവാദങ്ങളും പല ഇസ്ലാമിൻ്റെ പേരിൽ പല ആശയങ്ങളും കെട്ടിച്ചമച്ചുകൊണ്ട് അദ്ദേഹം പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ധാരാളം കാലം അദ്ദേഹം അങ്ങനെ ആ ഒരു വലിയ പ്രചാരണത്തിൽ കഴിയുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ വസ്തുത എന്താ? യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയത് ഇങ്ങനെയാണ് എന്ന്, അദ്ദേഹം കള്ളപ്രചാരണങ്ങളാണ് എന്ന് സഹീഹായ സനദുകളിലൂടെ സഹാബാക്കൾ ഉദ്ധരിച്ച പല ഉദ്ധരണികളും നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മസ്റൂഖ് എന്നൊരു വ്യക്തി വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, തറക്തുമൂഹു അയ്യ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കി. എങ്ങനെ? കസൗബിൻ നഖിയ്യി മിനദ്ദനസ് ثم قربتموه تذبحونه كما يذبح الكبش, ഒരു നല്ല വസ്ത്രം മോശമായൊരവസ്ഥയിൽ നിന്ന് ശുദ്ധീകരിച്ചൊരു വസ്ത്രം പോലെ നിങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കി കളഞ്ഞു. അദ്ദേഹത്തെ നിങ്ങൾ അടുപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ അടുത്തുപിടിച്ചു. അദ്ദേഹത്തെ അടുപ്പിച്ച് നല്ല സാമീപ്യമുണ്ടാക്കിയതിനു ശേഷം ഒരു ഒട്ടകത്തെ അറുക്കുന്നത് പോലെ നിങ്ങൾ അദ്ദേഹത്തെ അറുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പോൾ മസ്റൂഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഹാദാ അമലുക്കി, ഇത് നിന്റെ പ്രവർത്തനമല്ലേ ആയിഷ? കതബ്തി ഇലന്നാസി തഅ്മുരീനിഹിം ബിൽ ഖുറൂജി അലി, അദ്ദേഹത്തിനെതിരിൽ പുറപ്പെടാൻ കൽപ്പിച്ചുകൊണ്ട് നീ എഴുതിയതല്ലേ ഈ കിതാബുകളെല്ലാം, ഈ എഴുത്തുകളെല്ലാം, നീയല്ലേ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് തിരിച്ചു ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലദീ ആമന ബിഹിൽ മുഅ്മിനൂൻ വകഫറ ബിഹിൽ കാഫിറൂൻ, സത്യവിശ്വാസികൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, സത്യനിഷേധികൾ നിഷേധിക്കുന്ന അള്ളാഹുവിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, മാ കതബ്തു ലഹും സവാദൻ ഫി ബയാദിൻ, ഞാൻ ഒരു വെള്ള പേപ്പറിലും ഞാൻ ഒരു എഴുത്തും എഴുതിയിട്ടില്ല. ഹത്താ ജലസ്തു മജ്ലിസി ഹാദാ, ഈ ഒരു മജ്ലിസിൽ ഇരിക്കുന്നത് വരെ ഞാനൊരു എഴുത്തും എഴുതിയിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഈ ഒരു ഉദ്ധരണി അൽ ബിദായ വൻ നിഹായ എന്നുള്ള പല പ്രസിദ്ധ ഗ്രന്ഥങ്ങളും താരീഖിൻ്റെ അഹ്ലുസുന്ന അംഗീകരിക്കുന്ന പല പ്രസിദ്ധ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള കളവുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ധാരാളം അപവാദങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലും ഇന്നും നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
എന്തിൻ്റെ അടിസ്ഥാനത്തിലാണത്? സത്യം മനസ്സിലാക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? ചരിത്രം യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? ഖുർആൻ പറഞ്ഞതുപോലെ അവർക്ക് തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അതുകൊണ്ട് തിരുത്താൻ തയ്യാറാവുക, പഠിക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.